നമസ്കാരം, ഞാൻ കിരണ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പ്രസന്റഡ് ബൈ NCDC. യുപിക്ക് നാഥനായി യോഗി. ഉത്തർപ്രദേശിൽ തീവ്ര ഹിന്ദുത്വ നിലപാട് വ്യക്തമാക്കി BJP. അവസാന നിമിഷം വരെ പേരുകളിൽ അഭ്യൂഹം മാറിമറിഞ്ഞ മുഖ്യമന്ത്രി പദത്തിലേക്ക് യോഗി ആദിത്യനാഥ്. പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ കേശവ് പ്രസാദ് മൗര്യയും ദിനേശ് ശർമ്മയും ഉപമുഖ്യമന്ത്രിമാരാകും. തീരുമാനം ലക്നൌവിൽ ചേർന്ന നിയമസഭാ കക്ഷി യോഗത്തിൽ. നിലവിൽ ഗോരഖ്പൂരിൽ നിന്നുള്ള ലോക്സഭാംഗമാണ് യോഗി ആദിത്യനാഥ്. അതേസമയം ഉത്തരാഖണ്ഡിൽ അധികാരം ഏറ്റെടുത്ത BJP സർക്കാർ. മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത് മുൻ RSS പ്രചാരകൻ ത്രിവേന്ദ്ര സിംഗ് റാവത്ത്. ചടങ്ങിൽ സാക്ഷ്യം വഹിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ദേശീയ അധ്യക്ഷൻ അമിത്ഷായും. 70 അംഗ നിയമസഭയിൽ BJP നേടിയത് 57 സീറ്റ്. അങ്കച്ചൂടിൽ മലപ്പുറം ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ MB ഫൈസൽ ഇടതു സ്ഥാനാർത്ഥി. പ്രഖ്യാപനം കോടിയേരി ബാലകൃഷ്ണന്റെ അധ്യക്ഷതയിൽ ചേർന്ന CPM ജില്ലാ സെക്രട്ടേറിയറ്റിൽ. മലപ്പുറം ഉപതെരഞ്ഞെടുപ്പ് ഭരണത്തിന്റെ വിലയിരുത്തലാകുമെന്ന് കോടിയേരി. ജില്ലാ പഞ്ചായത്ത് അംഗവും DYFI ജില്ലാ പ്രസിഡന്റുമായ ഫൈസലിന് പുറമെ സാധ്യതാ പട്ടികയിലുണ്ടായിരുന്നത് TK ഹംസയും TK റഷീദ് അലിയും. ഏപ്രിൽ 12 നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി ഈ മാസം 24. IG-ക്കെതിരെ അന്വേഷണം. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ IG മനോജ് എബ്രഹാമിനെതിരെ അന്വേഷണം. മൂവാറ്റുപുഴ വിജിലൻസ് കോടതി ഉത്തരവ് സ്വകാര്യ വ്യക്തി നൽകിയ ഹർജിയിൽ. SP റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥനെ കൊണ്ട് അന്വേഷണം നടത്തി 3 മാസത്തിലൊരിക്കൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശം. IG-ക്കെതിരെ പരാതിക്കാരൻ ഉന്നയിച്ചത് 61 ലക്ഷം രൂപയുടെ അനധികൃത സ്വത്ത് സമ്പാദിച്ചെന്ന ആരോപണം. വിജിലൻസ് കോടതി വിധിക്കെതിരെ ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് മനോജ് എബ്രഹാം. താൻ അനധികൃതമായി ഒരു സ്വത്തും സമ്പാദിച്ചിട്ടില്ല. പരാതിക്ക് പിന്നിൽ ദുരൂഹതയെന്നും IG. മനോജ് എബ്രഹാമിനെതിരായ ആരോപണം പത്തനംതിട്ടയിലെ ക്വാറി ഉടമകളുമായി വഴിവിട്ട ബന്ധം പുലർത്തിയെന്നും ലൈസൻസ് ഇല്ലാത്ത ക്വാറികൾക്കെതിരെ പോലീസ് സൂപ്രണ്ട് ആരംഭിച്ച നടപടികൾ തടഞ്ഞെന്നും. അട്ടിമറിയിലും അന്വേഷണം. കുണ്ടറ പീഡന കേസിൽ പോലീസിന് വീഴ്ച പറ്റിയെന്ന റിപ്പോർട്ടിന് പിന്നാലെ അട്ടിമറി ശരിവെച്ച് കൊല്ലം റൂറൽ SP. അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത് ഗുരുതര വീഴ്ച. എക്സ്പ്രസ് റിപ്പോർട്ട് നൽകാത്തതിൽ അന്വേഷണം നടത്തും. വീഴ്ച സംബന്ധിച്ച് ദക്ഷിണ മേഖല IG-ക്ക് റിപ്പോർട്ട് നൽകിയിട്ടുണ്ടെന്നും SP S സുരേന്ദ്രൻ. കേസ് അന്വേഷണത്തിൽ പോലീസിന് സംഭവിച്ചത് ഗുരുതര വീഴ്ച. അന്വേഷണത്തിന് പ്രത്യേക സംഘം വേണമെന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് അവഗണിച്ചു. പെൺകുട്ടി മാനഭംഗത്തിനിരയായെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അന്വേഷണ സംഘം മുഖവിലയ്ക്ക് എടുത്തില്ലെന്നും ആരോപണം. കേസിൽ അന്വേഷണം നടക്കുന്നതിനാൽ പരസ്യ പ്രതികരണത്തിനില്ലെന്ന് DGP ലോക്നാഥ് ബെഹ്റ. ഇതുവരെ ലഭിച്ച വിവരങ്ങൾ വിശദമായി പരിശോധിക്കുമെന്നും വിശദീകരണം. അതേസമയം പീഡന കേസിൽ കസ്റ്റഡിയിൽ കഴിയുന്ന പെൺകുട്ടിയുടെ അമ്മയും മുത്തശ്ശനും ഉൾപ്പെടെയുള്ളവരെ നുണപരിശോധനയ്ക്ക് വിധേയരാക്കാനും തീരുമാനം. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. സ്വർണം ഗ്രാമിന് 2700 രൂപ, പവൻ 21,600 രൂപ. വെള്ളി ഗ്രാമിന് 46 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. പുതിയ വാർത്തകളുമായി 1 മണിക്കൂറിന് ശേഷം വീണ്ടും കാണാം. നമസ്കാരം.